ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. എ ലോഡ് ഓഫ് 8 kN ഈസ് ടു ബി റൈസ്ഡ് ബൈ എ സ്റ്റീൽ വയർ ഇഫ് ദി മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഈസ് 100 MN per meter square ആണ്. ചെറിയ മിസ്റ്റേക്ക്, 100 MN per meter square. ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് ദി വയർ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസൈൻ പ്രോബ്ലം ആയിട്ടാണ്. അതായത് ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽസിൽ സ്ട്രെസ് ഡെവലപ്പ് ആവും. ലോഡ് കൂടുന്നതനുസരിച്ച് സ്ട്രെസ് ഇൻക്രീസ് ആവും. അപ്പോൾ ഓരോ മെറ്റീരിയൽസിനും ഒരു സ്ട്രെസ് ലിമിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ ഫെയിൽ ആവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇതിൻ്റെ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് 100 MN per meter square ആണ്. അപ്പോൾ ആ സ്ട്രെസ്സിൽ കൂടിക്കഴിഞ്ഞാൽ ഈ സ്റ്റീൽ വയർ, ഈ ലോഡ് റൈസ് ചെയ്യുന്ന സ്റ്റീൽ വയർ അത് ഫ്രാക്ചർ സംഭവിക്കും, ഫ്രാക്ചർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ എത്ര ഡയമീറ്റർ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് എഴുതാം. ലോഡ് ഈസ് ഈക്വൽ ടു 8 kN ആണ്. പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇഫ് ദി മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഈസ് മാക്സിമം ടെൻസൈൽ സ്ട്രെസ് സ്റ്റീൽ ഈസ് 100 MN per meter square ആണ്. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്കാണ്. 100 MN per meter square ആണ് തന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതിനെ നമുക്ക് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. മെഗ എന്ന് പറയുമ്പോൾ 10⁻6 മെഗ എന്ന് പറയുമ്പോൾ 10⁻6 ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീറ്റർ ഇൻറ്റു മീറ്റർ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറയുമ്പോൾ 10⁻3 ഇൻറ്റു മില്ലിമീറ്റർ സ്ക്വയർ. 10⁻3 ഇൻറ്റു മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ അത് എടുത്തത് കഴിഞ്ഞാൽ 100 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 10⁻3 ഇൻറ്റു 10⁻3 a⁻m ഇൻറ്റു a⁻m പ്ലസ് n 10⁻3 പ്ലസ് 3 10⁻6 മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിൽ 10⁻6ഉം കട്ടായി പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 100 N per millimeter square. 100 N per millimeter square. ഇതാണ് മാക്സിമം സ്ട്രെസ്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ലോഡ് ഈസ് റൈസ്ഡ് ബൈ എ സ്റ്റീൽ വയർ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാം നമുക്ക്. ഒരു സ്റ്റീൽ വയറുണ്ട്. അതിന് നമുക്ക് അതിൽ വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 8 kN ആണ്. ലോഡിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടനാണ്, അല്ലെങ്കിൽ kN ആണ്. അപ്പോൾ ഇതാണ് സ്റ്റീൽ വയർ. ഓക്കെ. അപ്പോൾ ഈ സ്റ്റീൽ വയർ മാത്രം എടുക്കുകയാണെങ്കിൽ താഴോട്ടേക്ക് 8 kN ഉണ്ട്. സ്വാഭാവികമായിട്ടും മുകളിലേക്ക് 8 kN ലോഡ് ഉണ്ടാവും. അതൊരു ടെൻസൈൽ ഫോഴ്സാണ്. സ്റ്റീൽ വയർ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും 8 kN ലോഡ് ഉണ്ടാവും. ടെൻഷനാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ടെൻഷൻ ഉണ്ടാവുക എന്നുള്ള ടെൻസൈൽ ഫോഴ്സാണ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ 8 kN ടെൻസൈൽ ലോഡുള്ള ഒരു സ്റ്റീൽ വയർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഫെയിലാവുന്നത് എപ്പോഴാണ്? അപ്പോൾ ആ ഫെയിലാവുന്ന ലോഡിൻ്റെ കറസ്പോണ്ടിങ് അത്ര ലോഡ് മാത്രമേ അതിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെസ് ലിമിറ്റ് ഉണ്ടാവും ഓരോ മെറ്റീരിയലിനും. ഞാൻ പറഞ്ഞു, ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവും. ലോഡ് കൂട്ടി കഴിഞ്ഞാൽ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഒരു പർട്ടിക്കുലർ സ്ട്രെസ് ലിമിറ്റ് ഉണ്ടാവും. ആ സ്ട്രെസ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ ഫെയിലാവും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഈസ് 100 N per millimeter square എന്ന് പറയും. അപ്പോൾ ആ ഒരു ബേസിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. സോ വി നോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സ്ട്രെസ് ഈക്വൽ ടു എന്താണ്? റെസിസ്റ്റൻസ് ഫോഴ്സ് ബൈ
ക്രോസ് സെക്ഷണൽ ഏരിയ, റെസിസ്റ്റൻസ് ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ, റെസിസ്റ്റൻസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ. റെസിസ്റ്റൻസ് ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, ലോഡിന് ഈക്വൽ ആയിരിക്കും, ലോഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ ഇതിൽ ലോഡ് നമുക്കറിയാം, ലോഡ് എന്ന് പറഞ്ഞാൽ 8 കിലോ ന്യൂട്ടനാണ്, 8 × 10⁻³ ന്യൂട്ടനാണ്. ക്രോസ് സെക്ഷൻ ഏരിയ, ഒരു സ്റ്റീൽ വയർ, എന്താണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഷേപ്പ്? സർക്കിളാണ് അല്ലേ. ക്രോസ് സെക്ഷൻ ഷേപ്പ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π × r², അല്ലെങ്കിൽ ഡയമീറ്റർ ടൈമിൽ പറയുകയാണെങ്കിൽ π/4d², π/4 × ഡയമീറ്റർ സ്ക്വയർ. ഇതാണ് സ്ട്രെസ്സ്. ഓക്കെ, ഇതാണ് സ്ട്രെസ്സ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഈ സ്ട്രെസ്സ് 8 × 10⁻³ ഡിവൈഡ് ബൈ π/4d² മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 Nm/mm², അല്ലേ. 100 കൂടിക്കഴിഞ്ഞാൽ ഫെയിൽ ആവും. അപ്പോൾ 100 കൂടാതെ നമ്മൾ ഇതിന് എത്ര ഡയമീറ്റർ വരെ കുറയാം, ഡയമീറ്റർ വരെ പോകാം എന്നതാണ് ക്വസ്റ്റ്യൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മൾ ഇത് 100 ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പോൾ 100 വരെ എത്ര ഡയമീറ്റർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഈക്വൽ സൈൻ കൊടുക്കാം. മാക്സിമം അതല്ല ചോദിച്ചത്. 8 × 10⁻³ ഡിവൈഡഡ് ബൈ π/4d² ഇസ് ഈക്വൽ ടു 100 Nm/mm². ഇതൊന്ന് ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? ഡയമീറ്ററിനെ ഒരു സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ ഡയമീറ്ററിന് അപ്പുറത്തേക്ക് എടുത്തു, ഡയമീറ്റർ സ്ക്വയറിന് അപ്പുറത്തേക്ക് എടുത്തു, ഈക്വൽ ടു അപ്പുറത്ത് 8 × 10⁻³ ഡിവൈഡഡ് ബൈ π/4 × 100 അപ്പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്ററിൻ്റെ വാല്യൂ കിട്ടും, ഡയമീറ്ററിൻ്റെ വാല്യൂ കിട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എത്രയാണ് ഡയമീറ്ററിൻ്റെ വാല്യൂ വരുന്നത്? ഇംപ്ലൈസ് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, ഫൈനൽ ആൻസർ 10.095 കിട്ടും. 095 മില്ലിമീറ്റർ, ഡയമീറ്റർ 10.095 മില്ലിമീറ്റർ കിട്ടും. കാൽക്കുലേഷൻ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സിമ്പിൾ കാൽക്കുലേഷനാണ്. d² വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ശേഷം സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? ഡയമീറ്റർ 10.095 വരെ പോകാം. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ് കൂടും അല്ലേ. ഏരിയ കുറയുന്നതനുസരിച്ച് സ്ട്രെസ്സ് കൂടുമല്ലോ. സ്ട്രെസ് ലോഡ് ബൈ ഏരിയ അല്ലേ, ഏരിയ താഴെയാണല്ലോ. അപ്പോൾ 10.095 കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ലിമിറ്റ്, സ്ട്രെസ്സ് 100 Nm/mm² കൂടും. അപ്പോൾ അതാണ് അതിൻ്റെ ഫെയിലിയർ പോയിൻ്റ്. അപ്പോൾ അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഡയമീറ്റർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 10.095 മില്ലിമീറ്റർ എന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ.